ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാസന്ത് ഫുഡ് ആൻഡ് ട്രാവൽസ് എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് ടിൻ ടൂണ റെസിപ്പിയാണ്. കൂടുതലും ഇത് നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ടിൻ ടൂണ ലഭിക്കുന്നത്. നാട്ടിലൊക്കെ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല. അന്നേരം ഞാനിത് പുറത്തുനിന്ന് മേടിച്ചതാണ്. അന്നേരം ഈ ടിൻ ടൂണയെന്ന് പറഞ്ഞാൽ ഓയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. ചൂരയില്ലേ, നമ്മുടെ ചൂര, ആ ചൂര പീസാക്കി ഇതിനകത്ത് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് കിട്ടുന്നതാണ്. ഇത് കുറേ വർഷമൊക്കെ ഇരിക്കുന്നതാണ്. ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്, ഓയിലും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ടിന്നിനകത്ത് തന്നെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഓയിലിൻ്റെ ആണ്. അന്നേരം നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്. ഇത് സാലഡായിട്ടുണ്ടാക്കും, ഇത് അല്ലാതെ തന്നെ കറി പോലെ ഉണ്ടാക്കും, റോസ്റ്റ് ഉണ്ടാക്കും, അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അന്നേരം ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്ത് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1-2 സവാള വരെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഞാൻ ഒരു ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റി വന്നെടുക്കുക. വഴണ്ടി വന്ന് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കാറുള്ളൂ. അന്നേരം നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ ഒരു റെസിപ്പി കൂടി ആയതുകൊണ്ട് തന്നെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം. തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടിൻ ടൂണയില്ലേ, അതിൻ്റെ ടിന്നൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അന്നേരം ഇപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എൻ്റെ ഇരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻ പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിലിൻ്റെ ആണ്, പിന്നെ വാട്ടറിൻ്റെ ഉണ്ട്. വാട്ടറിൻ്റെ ആണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. വാട്ടറിൻ്റെ കുറച്ചും കൂടി പ്രൈസ് കൂടുതലായിരിക്കും, ഓയിലിൻ്റെ കുറച്ചും കൂടി കുറവായിരിക്കും. അന്നേരം ഓരോ രീതിയിലുണ്ട്. പിന്നെ ഈ കാണുന്ന രീതി ചിലപ്പോൾ പീസിന് തന്നെ ഡിഫറൻറ്റുകൾ കാണും. ഇതിപ്പോൾ പൊടിഞ്ഞതുപോലെ, ചിലതാണെങ്കിൽ ഒറ്റ പീസായിട്ട് പോലെ പൊടിയാത്ത രീതിയിലൊക്കെ കാണും. അങ്ങനെ പല കമ്പനികളുടെയും നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഓയിൽ കളയും കേട്ടോ. ഈ ഫുള്ളായിട്ട് ഈ ഓയിൽ എടുക്കത്തില്ല. ഓയിൽ ഞാനിത് അരിച്ചൊന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ കണ്ട ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഈ ഓയിൽ മാറ്റുന്നത് കണ്ടോ. അന്നേരം ഇത് ഒരിക്കലും കേടുകൂടാതെ നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇതെല്ലാം കാര്യങ്ങളൊക്കെ നമുക്കിത് കിട്ടുന്നത്. എത്ര വർഷം വേണമെങ്കിലും ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല, പുറത്തായാലും ഇരുന്നോളും. അങ്ങനെ ഓയിലെല്ലാം മാറ്റി ഇതാണ് ട്യൂണ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സാലഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഏതൊക്കെ സാലഡിന് വേണ്ടി വെജിറ്റബിൾസ് എടുക്കുന്ന അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതും കൂടെ അതിനകത്തോട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു റോസ്റ്റ് മാതിരിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമ്മുടെ തക്കാളിക്കെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂണ താണ്ട നമ്മുടെ ഇതിനകത്തോട്ട് മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂണ വെച്ച് സാലഡ് ഉണ്ടാക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ്, സ്മെല്ല് അത് കുക്ക്ഡ് അല്ലാത്തത് കാരണം അത്രയും താല്പര്യമില്ല. ഇതുണ്ടാക്കുന്നതിൽ എനിക്ക് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണിത്. ഈ ട്യൂണ വെച്ച് സാലഡായാലും ഈ റോസ്റ്റ് ആയാലും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി എല്ലാവരും കഴിക്കും. പക്ഷേ എനിക്ക് ഈ മീനിനോട് അത്രയും താല്പര്യമില്ല ഇതിങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫ്രഷ് മീൻ ചെയ്ത് കുക്ക് ചെയ്യുമ്പം അതിനോടെ ഉള്ള താല്പര്യം. പക്ഷേ ഈ ടിൻ ടൂണ എനിക്ക് അത്ര വലിയ നേരത്തെയൊക്കെ കഴിക്കുന്നത്, ഇപ്പം വലിയ താല്പര്യമില്ല. എനിക്ക് അതിൻ്റെ മണം അത്ര പിടിക്കില്ല. അന്നേരം ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അന്നേരം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. അങ്ങനെ നമ്മുടെ ടിൻ ടൂണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു നീട്ടി കിട്ടും മറ്റുള്ളതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. പക്ഷെ ഞാൻ റൈസിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് എന്തിൻ്റെ കൂടെ എന്ന് പറയാം.
അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ എന്താണ് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ സാലഡ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ടിൻ ടൂണയും കൂടെ ഈ കുക്ക് ചെയ്ത അത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ സാലഡ് പോലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കഴിച്ച് വെയിറ്റ് ലോസിനൊക്കെ ഇത് നല്ലതാണ്. ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി രാത്രി ഒക്കെ കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചിന് വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അധികം ഫാറ്റില്ല. അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.